സ്നേഹമെന്നത് നിർവചനങ്ങൾക്കതീതമായിരിക്കുന്ന മനോഹരമായ ഒരു വികാരമാണ്. അളക്കാൻ സ്കെയിലോ തൂക്കാൻ തുലാസുകളോ ഇല്ലാത്ത അതിമനോഹരമായ വികാരമാണല്ലോ വാസ്തവത്തിൽ സ്നേഹമെന്ന് പറയുന്നു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വീരാൻകുട്ടി മാഷിൻ്റെ സുന്ദരമായ കവിത മനുഷ്യരുടെ സ്നേഹമെന്ന വികാരത്തെ അതിമനോഹരമായി വർണ്ണിച്ചും അളന്നുമൊക്കെ പകർന്നു നൽകുന്നു. അതിൽ അദ്ദേഹം ഇങ്ങനെയാണ് കോറിയിടുന്നത്: രണ്ടു പേര് മഴയത്ത് കുട ചൂടി നടന്നു പോകുമ്പോൾ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്നറിയാനായി ആ കുട എങ്ങോട്ടാണ് കൂടുതൽ ചെരിഞ്ഞിരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും പോലും. തൻ്റെ തോള് കൂടുതൽ നനയുന്നത് കാര്യമാക്കാതെ കൂടെയുള്ള ആളുടെ ശരീരം അല്പം പോലും നനയരുതെന്ന് ആഗ്രഹിച്ച് കുട ചെരിച്ചു പിടിക്കുന്നവൻ്റെ ഉള്ളിലല്ലേ സത്യത്തിൽ സ്നേഹം കൂടുതലായിട്ടുള്ളത്? രണ്ടുപേര് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരുടെ കൈവിരലുകളാണോ ഏറ്റവും ചെറിയ അപ്പക്കഷണങ്ങളെ തിരയുന്നത്, അയാളുടെ ഉള്ളിലാണ് സ്നേഹം നിറഞ്ഞു കവിയുന്നത് പോലും. രണ്ടുപേർ തമ്മിലുള്ളതായ ബന്ധത്തിൽ ഏതോ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ അകൽച്ചയുണ്ടായി കഴിയുമ്പോൾ ആരാണോ തെറ്റ് ചെയ്യാതിരുന്നിട്ട് പോലും ആദ്യം ക്ഷമ ചോദിക്കാൻ മുന്നിട്ടിറങ്ങുന്നത്, അയാളാണ് ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിക്കുന്നത് പോലും. സ്നേഹമെന്ന അളക്കാൻ സ്കെയിലില്ലാത്ത, തൂക്കാൻ തുലാസുകളില്ലാത്ത അനുഗ്രഹീത വികാരത്തെ ഇങ്ങനെയും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കും. ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം കൂടുതലുണ്ടോ? കരുതൽ കൂടുതലായിട്ടുണ്ടോ? ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിക്കാനായി നമ്മൾ പരിശ്രമിക്കാറുണ്ടോ? 50 നോമ്പിൻ്റെ ഈ വിശുദ്ധ വിരുന്ന് ഒരു വീണ്ടും വിചാരത്തിന് നമ്മെ സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാൻ, കൂടെയുള്ളവർക്ക് കരുതൽ കൂടുതലായിട്ട് പകർന്നു കൊടുക്കുവാൻ, ജീവിതത്തിൽ മറ്റുള്ളവരെ കൂടുതലായി സ്നേഹിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രിയപ്പെട്ട ദിവസങ്ങളായി ഇത് മാറ്റപ്പെടട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.